ഫെബ്രുവരി 2 ഞായറാഴ്ച. ലൂക്ക 2-ാം അധ്യായം 22 മുതൽ 40 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ നമ്മുടെ കർത്താവിൻ്റെ സമർപ്പണ തിരുനാൾ ആഘോഷിക്കുന്നു. പുറപ്പാട് 13:2 നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ മറിയവും ജോസഫും ശിശുവായ യേശുവിനെ കർത്താവിന് സമർപ്പിക്കാൻ ദേവാലയത്തിൽ കൊണ്ടുവന്നു. മോശയുടെ നിയമങ്ങളിലെ എല്ലാ പ്രമാണങ്ങളും വിശ്വസ്തയോടെ അനുസരിച്ചിരുന്ന അർപ്പണബോധമുള്ള യഹൂദന്മാരായിരുന്നു മറിയവും ജോസഫും. ദേവാലയത്തിൽ പ്രവാചകന്മാരായ ശിമയോനെയും അന്നയെയും അവർ കണ്ടുമുട്ടി. പരിശുദ്ധാത്മാവ് ശിമയോനോടൊപ്പം ഉണ്ടായിരുന്നു. ശിശുവിനെ ലോകരക്ഷകനായി തിരിച്ചറിയാൻ അവന് കഴിഞ്ഞു. ശിമയോൻ നീതിമാനും ഭക്തനുമായിരുന്നു. സ്വന്തം കണ്ണുകളാൽ രക്ഷകനെ കാണാൻ അവന് ഭാഗ്യം ലഭിച്ചു. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അന്ന രാവും പകലും ദൈവത്തെ ആരാധിച്ചു. രക്ഷകനെ കാണാൻ അവൾക്കും ഭാഗ്യം ലഭിച്ചു. ശിമയോനെയും അന്നയെയും പോലെ എല്ലായിടത്തും ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്കും ഉണ്ടാകട്ടെ. നൂറ്റാണ്ടുകളായി ഈ തിരുനാൾ മെഴുകുതിരികളുടെ പെരുന്നാൾ എന്നും അറിയപ്പെടുന്നു. ക്രിസ്മസിൻ്റെ അത്ഭുതം, പ്രകാശത്തിൻ്റെ അത്ഭുതം, ലോകത്തിൻ്റെ വെളിച്ചമായ യേശുക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുന്നതിനായി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന മെഴുകുതിരികൾ അനുഗ്രഹിക്കുന്ന, ആശീർവദിക്കുന്ന ദിവസമാണിത്. ഈ തിരുനാളിൻ്റെ കേന്ദ്ര സന്ദേശം ഇതാണ്: നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. ജ്ഞാനസ്നാനമേറ്റ് ക്രിസ്ത്യാനികളായി നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ മൂർത്തമായ സമ്മാനം കത്തിച്ച മെഴുകുതിരിയാണ്. ക്രിസ്തുവിൻ്റെ വെളിച്ചം സ്വീകരിക്കുക എന്ന് പറഞ്ഞ് ആ തിരി ജ്ഞാനസ്നാനാർത്ഥിയെ ഏൽപ്പിക്കുന്നു. കൂദാശയുടെ കൃപയിൽ നാം അറിഞ്ഞോ അറിയാതെയോ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജ്വാലയാണിത്. ജീവിതം അതിനെ എങ്ങനെ കെടുത്തിക്കളയാമെന്നോ അല്ലെങ്കിൽ തിളക്കം കുറയ്ക്കാനോ ശ്രമിച്ചാലും അത് ജ്വലിച്ചുകൊണ്ടിരിക്കും. വരാനിരിക്കുന്ന ദിവസങ്ങളിലും ആഴ്ചകളിലും നമ്മുടെ മുന്നിലുള്ള വലിയ വെല്ലുവിളി ആ വെളിച്ചം ജ്വലിച്ച് നിലനിർത്തുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ മെഴുകുതിരിയുടെ ആത്മാവിനെ സജീവമായി നിലനിർത്താൻ നമ്മോട് ആവശ്യപ്പെടുന്നു. ഇരുട്ട് ഒരിക്കലും വിജയിക്കുന്നില്ല. പ്രത്യാശയുടെ വെളിച്ചമായ ക്രിസ്തുവിൻ്റെ വെളിച്ചമാണ് നിലനിൽക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.